ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഗോമതി മിത്രയോട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. താൻ ദേവമല ക്ഷേത്രത്തിൽ പോയതിനു ശേഷം അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ സ്വാമി പോയിട്ട് തന്നോട് പറഞ്ഞ കാര്യങ്ങള് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും മിത്ര ചോദിച്ചു, അല്ല അപ്പച്ചി, അപ്പച്ചിയൊക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ ദേവമല ക്ഷേത്രത്തിൽ പോയി പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിയത് എല്ലാം നല്ലതായിരുന്നെന്ന്, ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്നൊക്കെ. അത് അന്ന് അങ്ങനെയായിരുന്നു. സ്വാമി പോറ്റി പറഞ്ഞു, ഒരു പക്ഷെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞാലും തോന്നേ, പക്ഷെ ആ ദുരന്തം ഇപ്പോഴും നമ്മളെ വിട്ടൊഴിഞ്ഞിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മിത്രയ്ക്കും ഭയങ്കര ടെൻഷനായി. ആ സമയം ഗോമതി പറഞ്ഞു, എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്, ആകെപ്പാടെ ടെൻഷനാ. ഇനിയിപ്പൊ 41 ദിവസം കഴിയാതെ വീണ്ടും അഗ്നിപൂജ നടത്താനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, അപ്പച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ, നമുക്ക് വേറെ എന്തേലും മാർഗം ഉണ്ടോ എന്ന് നോക്കാം. എന്ത് മാർഗം? എനിക്ക് പേടിയുണ്ട്. ഇവിടെ ആർക്കും ആപത്ത് സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല, ആർക്കും ഒരു ദുരന്തം സംഭവിക്കും. അപ്പോഴേക്കാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീദേവി ഇത് കേൾക്കണം. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അയ്യോ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. എനിക്ക് അറിയത്തില്ല മോളെ എന്ത് ചെയ്യണമെന്ന്. ശ്രീദേവി പറഞ്ഞൊരു കാര്യം ചെയ്താലോ, നമുക്ക് വേറൊരു ക്ഷേത്രത്തിൽ പോയി നോക്കാം, അവിടുത്തെ തിരുമേനി എന്താ പറയണമെന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് ഗോമതി പറഞ്ഞു, അല്ല ആ കൈനോട്ടക്കാരി പറഞ്ഞ എന്താ, ദേവമല ക്ഷേത്രത്തിലെ സ്വാമി പോറ്റിയെ കൊണ്ട് മാത്രം ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ വേറെ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. പിന്നെ സ്വാമി പോറ്റി പറഞ്ഞത് ഭഗവാനെ നന്നായിട്ട് വിളിച്ച് അപേക്ഷിച്ചോളാം ദേവിയെ, ഒരു പക്ഷേങ്കിലും ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്, ചില കാര്യങ്ങൾ വന്ന് ഭവിച്ചല്ലേ മതിയാവുള്ളെന്ന്. എനിക്ക് പേടി. ഒന്നാമത്തെ കാര്യം മോള് പ്രഗ്നന്റും കൂടെ അല്ലേ, എല്ലാവരുടെയും ഒന്ന് സൂക്ഷിക്കാൻ പറയണം. പക്ഷെ എന്നോട് ഈ ബാലേട്ടൻ ഈ കാര്യം പറഞ്ഞത് പോലും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവി ചോദിച്ചു, അല്ല ബാലച്ചൻ ഈ കാര്യം അറിയായിരുന്നോ എന്ന് ചോദിച്ചു. ബാലേട്ടനോട് സ്വാമിയെ പറ്റി പറഞ്ഞതാ, പക്ഷെ എങ്കിൽ ബാലേട്ടൻ പറയാതിരുന്നാന്ന് തോന്നിയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ വീട്ടിലേക്ക് വരുവാണ്. ഗോമതിയുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ കാര്യം എന്താന്ന് തിരക്കാണ്. അപ്പോഴാണ് ഗോമതി കാര്യം പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, ഗോമതി നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ബാലേട്ടൻ നല്ലയാളാ, ബാലേട്ടൻ എന്തുകൊണ്ടാ എന്നോട് ഇത് മറച്ചു വെച്ചേ? എന്നോട് എന്താ പറഞ്ഞേ? പൂജ നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറിയെന്നല്ലേ, ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നല്ലേ. അത് പിന്നെ തിരുമേനി എന്നോട് ആ സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദുർനിമിത്തം ആ കണ്ടേന്ന്, അതുകൊണ്ട് അപകടം ഒഴിഞ്ഞു പോയിട്ടില്ലാന്ന്. അത് പറഞ്ഞ് നിന്നെയും കൂടെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പറയാതിരുന്നേന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, ബാലേട്ടാ എനിക്കാണെങ്കിൽ ടെൻഷനാ, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല, എന്തെങ്കിലും സംഭവിക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇതുകൊണ്ടാ നിന്നോട് ഞാൻ പറയാതിരുന്നേ, നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗോമതിയെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ എന്നാലും ഗോമതിയുടെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പിടപ്പ് തന്നെയായിരുന്നു. അതേസമയം മുറിയിൽ പോലും ശ്രീദേവി ആലോചിക്കുക, ഇനിയിപ്പം തൻ്റെ ചതികളും കാര്യങ്ങളൊക്കെ, തൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ബാലച്ചനൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ദുരന്തമായിരിക്കും. പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല, ഒരുപക്ഷെ ബാലച്ചൻ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, തൻ്റെ അച്ഛനെ ചിലപ്പോൾ കൊന്നൊന്നും കൂടെ വരും. അത്രയ്ക്ക് ദേഷ്യമുണ്ട് ബാലച്ചന്, കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണോ സംഭവിക്കാൻ പോകുന്ന ദുരന്തം. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ശ്രീദേവിയുടെ ഫോണിലേക്ക് ശ്രീകല വിളിക്കുന്നേ. ശ്രീകല വിളിച്ചിട്ട് ചോദിച്ചു, മോളെ നിനക്ക് സുഖമൊക്കെ ആണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, നിങ്ങൾ കാരണം എനിക്ക് പരമാനന്ദ സുഖമാണല്ലോ, ഓരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ ഇവിടെ ടെൻഷൻ അടിക്കാൻ ഞാനുള്ളെന്ന് പറഞ്ഞു. അല്ല നീ കാര്യം എന്താ വെച്ചാൽ പറ. അതെ എന്ത് പറയാനായിട്ടാ, മിക്കവാറും അധികം വൈകാതെ തന്നെ നമ്മുടെ ചതി ഈ വീട്ടിലെല്ലാരും മനസ്സിലാവും, അതോട് കൂടിയിട്ട് കാര്യത്തൊരു തീരുമാനം ആകുമെന്ന് പറഞ്ഞു. എന്താ പോലെ നീ അങ്ങനെ പെട്ടെന്ന് പറയാൻ കാരണം? അങ്ങനൊന്നും സംഭവിക്കത്തൊന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇത് പറയാം. പിന്നീട് ദേവമല ക്ഷേത്രത്തിലേക്ക് പോയതും ആ അഗ്നിപൂജയെ കുറിച്ചൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം സ്ത്രീകൾ പറഞ്ഞു, ഇതാണോ കാര്യം? എടി മോളെ, പൈസ വാങ്ങാനായിട്ട് അങ്ങനെ പല പോറ്റുമാരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും, അതൊന്നും നീ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയ്ക്കെല്ലാം നിസ്സാരമായിരിക്കും, പക്ഷെ ഇത് അങ്ങനെ നിസ്സാരമായിട്ട് എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛനോട് ഒരു കാര്യം പറഞ്ഞേരെ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോളം പറ, ബാലച്ഛന് മുന്നിൽ അങ്ങ് ചെന്ന് പെടണ്ടാന്ന് പറ. ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്ന ബാലച്ചൻ തന്നെ ഇല്ലാതാക്കൂന്ന് പറഞ്ഞു അച്ഛനെ. അങ്ങനെ ശ്രീദേവി കോള് കട്ട് ചെയ്യുകയാണ്. അതേ സമയത്ത് അനുസരയും കൊണ്ട് സുകന്യ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അലോകും അനുസരയും കൂടെ സംസാരിക്കുക. അപ്പൊ അവർക്ക് സംസാരിക്കാനായിട്ട് ഒരു വഴി ഒരുക്കി കൊടുത്തിരിക്കുകയാണ് സുകന്യ. പിന്നീട് ഒരു ഹംസത്തെ പോലെ മാറി നിൽക്കുകയാണ്. ആ സമയത്ത് അനുസരയുടെ അലോക് പറഞ്ഞു, നീ എന്തിനാ അനുസര ഇങ്ങനെ പേടിക്കണേ? എന്തു വന്നാലും ഞാനില്ലേ, നിനക്കറിയാലോ നിന്റെ അമ്മയുടെ അച്ഛൻ്റെ കാര്യം. കുടുംബത്തിൽ ഞങ്ങളെല്ലാവരും എത്രയധികം അപ്പച്ചനെ സ്നേഹിച്ച, എന്നിട്ടോ അപ്പച്ചയാണെങ്കിലോ എല്ലാം ഇട്ടെറിഞ്ഞിട്ടൊരു പോക്ക് പോയില്ലേ. അതുകൊണ്ട് സന്തോഷമുള്ളൊരു ജീവിതമല്ലേ നിന്റെ അമ്മയ്ക്ക് കിട്ടിയത്.
നിന്റെ അമ്മയും അച്ഛനും തമ്മിൽ അത്ര സ്നേഹത്തിലല്ലേ നമ്മൾ തമ്മിൽ വിവാഹം കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുകന്യ പറഞ്ഞു, അല്ല അത് കേട്ടിഞ്ഞപ്പോൾ അനുശ്രീ പറഞ്ഞു, എനിക്കറിയില്ല ലോകെ, വീട്ടിലുള്ളവർ ധിക്കരിച്ച് ഇറങ്ങിപ്പോരുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതൊക്കെ തോന്നൽ മാത്രമല്ലേ, നീ അവരോട് പറയണം, സംസാരിച്ച് നോക്കണം. പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത വഴി നോക്കാം. നടത്തി തന്നത് തന്നെ ഞാൻ ഇറങ്ങി വരണം എന്നാണ് അലോക് പറയുന്നത്. പിന്നല്ലാതെ ഇപ്പൊ ആണെങ്കിൽ സുകന്യേച്ചി നമ്മുടെ കൂടെ ഉണ്ടല്ലോ. സുകന്യേച്ചി കൂടെ ഉള്ളതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എന്ത് വന്നാലും ചേച്ചി നോക്കിക്കോളാന്ന് പറഞ്ഞു. സപ്പോർട്ടായിട്ട് ചേച്ചി ഉണ്ടല്ലോ. ഇനിയിപ്പം വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് ഞാൻ പോവും. എൻ്റെ കൂടെ വരാൻ നിനക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചു. മനസ്സിലായി, പേടിയൊന്നുമില്ല, പക്ഷേ എങ്കിൽ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ട് അവരുടെ കാര്യം വിട്ടുകളാം. കുറെ കാലം മുമ്പ് അപ്പച്ചി വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പം എൻ്റെ മുത്തശ്ശിയും അതുപോലെ മുത്തശ്ശനൊക്കെ എത്രമാത്രം വിഷമിച്ചു, എൻ്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ. ഒരു പക്ഷേ എങ്കിൽ അന്നത്തെ ആ ഒരു ഇത് വീണ്ടും അങ്ങനെ തന്നെ തുടരാമെന്ന് എനിക്ക് തോന്നേ. അന്നത്തെ ആ കാലം വീണ്ടും ആവർത്തിക്കുമെന്ന് എനിക്ക് തോന്നേ. മിക്കവാറും അതിനുള്ള സാധ്യതകൾ മുഴുവനുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. എൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് കടന്നു വരാൻ പോകുന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അനുശ്രീക്ക്. ആ സമയത്ത് സുകന്യ ഓരോന്നൊക്കെ ആലോചിച്ച് പുറത്ത് നിൽക്കുക. രണ്ടുപേരും കൂടെ അടുക്കട്ടെ, രണ്ടുപേരും കൂടെ കല്യാണം നടത്തട്ടെ, രണ്ടുപേരും കൂടെ കല്യാണം നടത്തിയിട്ട് വേണം തനിക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട്. ഒരു പക്ഷേങ്കിൽ ഇതാണ് വീണ് കിട്ടിയൊരു അവസരം. ഗോമതി ചേച്ചിയുടെ പേരിൽ നിന്ന് സ്വത്തുക്കളൊക്കെ എഴുതി മാറ്റണം, അതിനു വേണ്ടിയിട്ട് കിട്ടിയൊരു അവസരമാണിത്. ഇവളെ വെച്ച് വേണം തനിക്കൊരു കളി കളിക്കാൻ എന്നൊക്കെ ഇങ്ങനെ സുകന്യ മനസ്സ് വിചാരിച്ചു. അധികം വൈകാതെ താൻ ഇവിടുന്ന് പറക്കും. ഉദയഭാനു സാറിന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. സിംഗപ്പൂർ കമ്പനിയുടെ കയ്യിൽ നിന്നും ആ ലൈസൻസ് മേടിച്ചെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ് തുടങ്ങാം. അങ്ങനെ തുടങ്ങിയാൽ പിന്നെ താനും ധർമ്മേണ്ടും ഈ വീട്ടിലുണ്ടാകത്തില്ല. പിന്നെ ഇവരൊക്കെ എന്ത് കാണിച്ചാലും തനിക്കെന്ത് എന്നൊരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിൽ. അങ്ങനെ സുകന്യ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. മീനാക്ഷി അല്ലേ വരുന്നേന്ന്. എൻ്റെ ഭഗവാനെ, ഇവളെന്താ ഇതിലൂടെ വരുന്നേ? തീർന്നു, പണി പാളിയല്ലോ. അവിടെ അലോകം അനുസരിച്ച് സംസാരിച്ചിരിക്കുക. അവരും മതി മറന്ന് നിൽക്കുകയാണ്. എങ്ങാനും അവർ സംസാരിച്ചിരിക്കുന്ന കണ്ട മീനാക്ഷി കണ്ട തീർന്നു. അതോടുകൂടി ഭൂകമ്പം തന്നെ സംഭവിക്കും. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ സുകന്യ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. അതെ, ആ മീനാക്ഷി വരുന്നുണ്ടെന്ന് പറഞ്ഞു. മീനാക്ഷി വെച്ചോ? അതെ, അവൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എവിടെങ്ങോട്ടേലും നിങ്ങൾ മാറിക്കോളാൻ പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും പോയി ഒളിക്കാൻ അനുശ്രീ, എങ്ങാനും കണ്ടുപിടിച്ചാൽ തീർന്നെന്ന് പറയണം. പെട്ടെന്ന് അനുശ്രീ അങ്ങോട്ടേക്ക് ഓടി. അലോകം ഓടുവാണ്. അനുശ്രീ അലോകം അവിടെ പോയി പതുങ്ങി നിൽക്കുവാണ്ട്. കാറുണ്ടായിരുന്നു, കാറിന്റെ മറവില് എങ്ങാനും മീനാഴ്ച ചേച്ചി വന്നാൽ തീർന്നു. ഈ സമയത്ത് അലോക ആദ്യം ഓടിയത്, അനുശ്രീ പിന്നാലെ ഓടിയത്. അപ്പൊ അനുശ്രീ ഓടുന്നത് മീനാക്ഷി കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷി ഒരു നിമിഷം ഓർത്തു, അത് അനുശ്രീ അല്ലേ എന്ന് മനസ്സിലേക്ക് വിചാരിക്കുകയാണ്. ഇതെന്താ ഇവളിവിടെ എന്നൊക്കെ ചിന്തിച്ച് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് സുകന്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സുകന്യ പെട്ടെന്ന് മീനാക്ഷിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചു. ആ മീനാക്ഷിയോ, ഇതെന്താന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അല്ല ഞാൻ അനുമോളെ ഇവിടെ കണ്ടായിരുന്നു പറഞ്ഞു. അനുവോ? അങ്ങനെ കാണാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടത് തന്നെയാന്ന് പറഞ്ഞു. അത് അനു തന്നെയാ, അങ്ങോട്ടേക്ക് ഓടുന്നുണ്ടു. എന്താ വെച്ചാൽ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. സുകന്യയുടെ നെഞ്ച് പടപട ഇടിക്കുവാണ്. എങ്ങാനും മീനാക്ഷി അങ്ങോട്ട് പോയി നോക്കിയാൽ തീർന്നു. ഈ സമയത്ത് മീനാക്ഷി അനുസരി പോയ വഴി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാണ്. സുകന്യ ഓർത്ത് തീർന്നു, പിടിക്കപ്പെട്ടു. ഇന്നത്തോട് കൂടിയിട്ട് തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം ഇത്രയോട് കള്ളത്തരം പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇതെങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ആദ്യം ഇറക്കി വിടും. താനാണ് ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിച്ച് സുകന്യ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇനിയിപ്പോൾ പിടിക്കുവോ അതോ ഇനിയിപ്പോൾ അനുശ്രീ അലോകം രക്ഷപ്പെടുമോ എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും മീനാക്ഷിക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.